ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ദോശയാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള, എന്നാൽ കറികളൊന്നും വേണ്ടാത്തൊരു നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ദോശ പരിചയപ്പെടുത്താൻ പോകുന്നതിന്. കറിയും വേണ്ട, ഒന്നും വേണ്ട, നല്ല എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു സ്പൈസി ദോശ. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 2 ടൊമാറ്റോ, ഒരു സ്പൂൺ എടുക്കണമല്ലോ, ഒരു 2 ടൊമാറ്റോ എടുത്തിരിക്കുന്ന 2 ടൊമാറ്റോ നല്ല ഫൈനായിട്ട്, അതിലേക്ക് ഒരു 1/2 കപ്പ് സവോള അരിഞ്ഞത്, 1 കപ്പ് സവോള അരിഞ്ഞത്, പിന്നെ ഏകദേശം ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു കപ്പ് റവ, ഒരു കപ്പ് അരിപ്പൊടി, പിന്നെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് യോജിപ്പിക്കുക. നന്നായിട്ട് കട്ട് ചെയ്ത് വരും. ഏകദേശം നമ്മൾ നന്നായിട്ട് കുഴച്ച്, കുറച്ചും കൂടി ലൂസ് വേണം, നമ്മൾ ആവശ്യത്തിന് വെള്ളം. ഇതിൽ ലൂസാണ് ആവശ്യം കേട്ടോ, നന്നായിട്ട് ലൂസായിരിക്കണം, എന്നാലും ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് ലൂസായിരിക്കണം നന്നായിട്ട്. ഇത് തന്നെയല്ല, അത് ഭയങ്കര സോഫ്റ്റായി പോകും. എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ലൂസ് നന്നായിട്ട് വേണം. അപ്പം നമുക്ക് കുറച്ച്, ഞാനിപ്പോൾ ഏകദേശം ഒരു 2-2.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കാണുമ്പോൾ അറിയാം, ഞാൻ ലൂസ് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി, അതിൻ്റെ മാവിൻ്റെ ആ ഒരു ലൂസ് ഈ ഒരു പരുവത്തിലായിരിക്കണം. വെള്ളം വീഴുമ്പോൾ ആ ഒരു പരുവത്തിൽ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായിട്ടരിഞ്ഞത് അതും കൂടെ ചേർക്കാം. മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, അതുകൂടെ അതൊരു ഫ്ലേവറൊക്കെ വരുന്ന ഒരു ടേസ്റ്റാണ്. ഇനി അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അത് വേണേൽ സ്കിപ്പ് ചെയ്യാം, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പക്ഷെ നല്ലതാണ്. ഇനിയിപ്പോൾ ഈ ലൂസിൽ നമ്മൾ ഇതാക്കിയിരിക്കുന്നു. കുറച്ച് ലൂസാക്കാം. ഇതിൻ്റെ ലൂസ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ലൂസ്, നല്ല ലൂസായിട്ട്. ഇനി നമുക്ക് ചുട്ട് നോക്കാം. ഞാനിത് മാവിങ്ങനെ നല്ല ചൂടായ പാനിലേക്ക് മാവിങ്ങനെ ഒഴിക്കുകയാണ്. നെക്സ്റ്റിലെടുത്താൽ മതി കേട്ടോ. ചൂടിച്ചിരി കൂടി കഴിക്കാറുണ്ട്. ഇതിനിപ്പം ഒരു 2 സ്പൂണുകൾ ഒഴിക്കേണ്ടി വരും. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ. വലിയ സ്പൂണാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വലിയ നമ്മുടെ ദോശ ഇപ്പോൾ ഇവിടെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ മുരിഞ്ഞ് നമുക്ക് ദോശ എടുക്കാം.